നല്ല പഞ്ഞി പോലത്തെ കുട്ടി വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുതിർത്തിയ അരി, പഞ്ചസാര, സ്വല്പം ഈസ്റ്റ്, ഉപ്പ്, തേങ്ങ, ചോറ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പമാണ്. വെറുതെയും കഴിക്കാം, അതുപോലെ തന്നെ കറി കൂട്ടി വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ നോൺ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുവാനും കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കാനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തലേദിവസം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കും. ട്രാവൽ പാക്കായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വെളുപ്പിനെ ട്രെയിനിലോ എവിടെയും പോകുന്നുണ്ടെങ്കിൽ അത് കരുതിയാൽ നമുക്ക് കഴിക്കാം. കടയിൽ പോയി വെറുതെ പൈസ കൊടുത്ത് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ലൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് 1 കപ്പ് അരി, പച്ചരിയാണ്, പാര ബോയിൽഡ് റൈസ്. അരി നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്താനായിട്ട് വയ്ക്കുക. ഒരു 6 മണിക്കൂർ കുതിരണം. അങ്ങനെ കുതിർന്ന അരിയിലോട്ട് ഞാൻ ഒരു പഞ്ചസാര ആവശ്യത്തിന്, ഞാനിവിടെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ചോറ്, അത്രയും ഇതിലേക്ക് മതി. സ്വല്പം ചോറും ആവശ്യത്തിന് പഞ്ചസാരയും സ്വല്പം ഉപ്പും, അതിൻ്റെ കൂടെ 1 കപ്പ് ഇത് നന്നായി അറിയാൻ പറ്റിയ കട്ടി തേങ്ങാപ്പാൽ, ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ 5-6 കശുവണ്ടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടി സ്വല്പം ഏലക്കാപ്പൊടിയും. ഇതെല്ലാം ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ അധികം ചൂടാകാതിരിക്കാൻ വേണമെങ്കിൽ ഒരു ഐസ് കഷ്ണം കൂടി ഇടാവുന്നതാണ്. എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിനേക്കാളും സ്വല്പം കൂടി കട്ടി കുറച്ച് മതി. ഇത് നന്നായി ഇളക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ കൈ കഴുകി വൃത്തിയാക്കി കൈ കൊണ്ട് നന്നായി 1 മിനിറ്റ് നന്നായി അടിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വീർത്ത് കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് വീർത്ത് കിട്ടും. ഒരു 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ മതി. ജസ്റ്റ് പൊന്തി വരുന്ന സമയത്ത് നമ്മളിത് ചുടുകയാണെങ്കിൽ, സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഒട്ടും പുളിപ്പില്ലാതെ നമുക്ക് ഈ കുട്ടി വട്ടയപ്പം സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു അപ്പച്ചെമ്പാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ആകൃതിയിലും വട്ടയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ വെറുതെ ഒരു സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് എണ്ണ തൂവി നമ്മുടെ മാവ് ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു വെച്ച് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. വീണ്ടും ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് മുന്തിരിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പിച്ച് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കശുവണ്ടിയും ഏലക്കാപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. വളരെ സോഫ്റ്റുമാണ്, പഞ്ഞി പോലെയാണ്. കുട്ടികൾക്കൊക്കെ വെറുതെ തിന്നാനായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ കുട്ടി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പൊന്നോമനങ്ങൾക്ക്, കുട്ടികളുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുണ്ടാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല പഞ്ഞി പോലത്തെ പഞ്ഞി വട്ടയപ്പം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.